അറിയുള്ളൂ, തമിഴ് അത്ര അറിയില്ല. നമ്മുടെ വീടുകളിലൊക്കെ ആരുടെയൊക്കെ വീടുകളിൽ പ്രായമായ മുത്തശ്ശിമാരൊക്കെ ഉണ്ട്. தாத்தா பாட்டி இருக்கிறவங்க வீட்டுல தாத்தா பாட்டியில വയ്യാത്ത താത്താ പാട്ടിയില ഇറക്കാ ഉടമ്പ് ശരിയില്ല താത്താ പാട്ടിയില ഇറക്കാ. അവർക്കൊക്കെ അവരെ നോക്കണ്ടതല്ലേ. വയ്യാണ്ടമ്മർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരില്ലേ. അത് മാത്രമല്ല, ചിലവർക്ക് ക്യാൻസർ, ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റാണ്ടാവുക, ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുക, അവരെയൊക്കെ നോക്കുന്നതാണ്. അവരൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് നോക്കണം. അതാണ് ഞങ്ങൾ ചെയ്യുന്ന ജോലി ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഒരു മാസത്തിലൊരിക്കൽ ഒന്ന് നോക്കിയത് കൊണ്ട് അതൊന്നും ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് വയ്യാണ്ടായ നിങ്ങളല്ലേ നോക്കേണ്ടത് അല്ലേ? അതുപോലെ തന്നെ അടുത്തൊരു വീട്ടിലൊരു വയ്യാണ്ട ഒരാൾ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അയാളോട് എപ്പോഴായാലും നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം അയാൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കാമെന്ന് വിചാരിക്കുക. അയാൾക്ക് എങ്ങനെയുണ്ടാവുക? ആരോടും സംസാരിക്കാനും പറ്റണില്ല, ആരോടും ഒന്നും കാണാനും പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഒറ്റപ്പെടലായിരിക്കും. ആ സമയത്ത് അവർ ചെന്നിട്ട് ചേട്ടാ സുഖമാണോ, എങ്ങനെയുണ്ട്, അങ്ങനെ സംസാരിച്ച് അയാൾക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? അപ്പോൾ നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുക, സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവരോടൊന്ന് സംസാരിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം, ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിനെയാണ് നമ്മൾ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ, സാന്ത്വനം എന്നാ പറയുക. മനസ്സിലായോ? ചേച്ചി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദീർഘകാല രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കേണ്ട സമഗ്ര പരിചരണമാണ് പാലിയേറ്റീവ് കെയർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശാരീരികവും മാനസികവും സാമൂഹികവുമായ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളെയും കുടുംബത്തെയും കേൾക്കുകയും പരിചരിക്കുകയും ചെയ്യുക എന്നത് ഉത്തരവാദിത്തമാണെന്ന് ബോധം ഞാൻ ഉൾക്കൊള്ളുന്നു. പരിചരണം ഔദാര്യമല്ല, രോഗികളുടെ അവകാശമാണ്. എൻ്റെ വീടിൻ്റെ സമീപ പ്രദേശത്ത് പ്രയാസപ്പെടുന്ന രോഗികളെ സന്ദർശിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പ്രാദേശിക പരിചരണ കൂട്ടായ്മകളിൽ ഞാനും പങ്കാളിയാകും. വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അയൽപ്പക്കത്തും ഈ വർഷത്തെ പാലിയേറ്റീവ് കെയർ സന്ദേശമായ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ആശയം പ്രചരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പ്രതിജ്ഞ